പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിഷയത്തിൽ രാഷ്ട്രപതി ഫയൽ ചെയ്ത റെഫറൻസിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. റെഫറൻസ് മടക്കണമെന്നും നിയമപരമായി നിലനിൽക്കില്ല എന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. ഷപ്ന സേതുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, ഈ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഒരു സമയപരിധി നിശ്ചയിക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ 14 ചോദ്യങ്ങളാണ് 14 ചോദ്യങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചത്. അത് ബെഞ്ചിന്റെ പരിഗണനയിലുമാണ്. ഇപ്പോൾ കേരളം എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് കേരളത്തിന്റെ ആവശ്യം? സേതു, ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നാളെയാണ് ഈ റഫറൻസ് സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് പരിഗണിക്കാനിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ റഫറൻസ് പരിഗണിക്കുന്നത്. ഇതിനിടെയാണ് കേരളം ഇത്തരം ഒരു ഹർജിയുമായി അല്ലെങ്കിൽ അപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കേരളം ഇതിൽ വ്യക്തത, കേരളത്തിന്റെ ഈ അപേക്ഷയിൽ പറയുന്നത് തന്നെ ഇത്തരം ഒരു റഫറൻസിന് നിയമസാധുത ഇല്ല എന്നാണ്. കാരണം കേരളം നേരത്തെ ഈ ഹർജിയിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി സമയക്രമം നിർദ്ദേശിച്ചതുവഴി തങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചു എന്ന് കേരളം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജി കേരളം പിൻവലിച്ചു. സംസ്ഥാനം പിൻവലിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റഫറൻസ് വരുന്നത്. അത് കേരളത്തിന്റെ ഹർജിയെ അടക്കം ബാധിക്കും, കേരളത്തെ അടക്കം ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു അപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇത് നിയമപരമല്ല. സുപ്രീം കോടതിക്ക് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ശരി, ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന്.